വിവാഹത്തിന് മുമ്പ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും പരസ്പരം അന്യരാണ്. അതിനാൽ വിവാഹത്തിന് മുമ്പുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ജാഗ്രത പാലിക്കണമെന്നായിരുന്നു YK വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് NCT ഓഫ് ഡൽഹി കേസിൽ ജസ്റ്റിസ് BV നാഗരത്നയും ജസ്റ്റിസ് ഉജ്ജൽ ഭുയാനും അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ച് കഴിഞ്ഞ തിങ്കളാഴ്ച അഭിപ്രായപ്പെട്ടത്. വ്യാജ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന ആരോപണത്തിൽ ഒരു യുവാവ് സമർപ്പിച്ച ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിച്ചിരുന്നത്. ഞങ്ങൾ പഴയ ചിന്താഗതിക്കാരായിരിക്കാം, പക്ഷേ വിവാഹത്തിന് മുമ്പ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അന്യരാണ്. അവരുടെ ബന്ധം എത്ര അടുത്തതായാലും വിവാഹത്തിന് മുമ്പ് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെ സാധ്യമാകുന്നുവെന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വിവാഹത്തിന് മുമ്പ് ആരും ആരെയും വിശ്വസിക്കരുത്, വളരെ ജാഗ്രത പുലർത്തണം എന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. പ്രോസിക്യൂഷന്റെ കേസ് പ്രകാരം ഏകദേശം 30 വയസ്സുള്ള യുവതി 2022 ഒരു വിവാഹ വെബ്സൈറ്റ് വഴി യുവാവിനെ പരിചയപ്പെട്ടു. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി അദ്ദേഹം ഡൽഹിയിലും പിന്നീട് ദുബായിലും നിരവധി തവണ യുവതിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നാണ് ആരോപണം. യുവതിയുടെ അവകാശവാദ പ്രകാരം യുവാവിൻ്റെ ആവശ്യപ്രകാരം അവൾ ദുബായിലേക്ക് യാത്ര ചെയ്തുവെന്നും അവിടെ വിവാഹത്തിൻ്റെ പേരിൽ അദ്ദേഹം അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും അവളുടെ സമ്മതമില്ലാതെ സ്വകാര്യ വീഡിയോകൾ റെക്കോർഡ് ചെയ്തുവെന്നും അവൾ എതിർത്താൽ അവ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. തുടർന്ന് 2024 ജനുവരി 19 പഞ്ചാബിൽ അദ്ദേഹം 2ാം വിവാഹം കഴിച്ചുവെന്ന് യുവതി അറിയുകയാണ്. ജാമ്യാപേക്ഷയുടെ വാദം കേൾക്കുന്നതിനിടെ യുവതി യുവാവിനെ കാണാൻ ദുബായിലേക്ക് എന്തുകൊണ്ട് പോയി എന്ന് ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചു. ഇരുവരും ഒരു വിവാഹ വെബ്സൈറ്റിലൂടെ പരിചയപ്പെട്ടതും വിവാഹം ആലോചിച്ചുകൊണ്ടിരുന്നതുമാണെന്ന് സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ യുവതിക്ക് വിവാഹത്തെക്കുറിച്ച് പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ വിവാഹത്തിന് മുമ്പ് യാത്ര ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് ജഡ്ജി നിരീക്ഷിച്ചു. വിവാഹത്തെക്കുറിച്ച് അവൾ അത്ര കടുത്ത നിലപാട് പുലർത്തിയിരുന്നെങ്കിൽ വിവാഹത്തിന് മുമ്പ് അവൾ പോകേണ്ടിയിരുന്നില്ല. ഞങ്ങൾ ഇവരെ മധ്യസ്ഥതയ്ക്ക് വിടുകയാണ്. പരസ്പര സമ്മതത്തോടെ ഉണ്ടായ ബന്ധമുള്ളപ്പോൾ വിചാരണ നടത്തി ശിക്ഷിക്കേണ്ട കേസുകളല്ല ഇത്തരം കേസുകൾ, ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. തുടർന്ന് പരിഹാര സാധ്യതകൾ പരിശോധിക്കാൻ കേസ് ബുധനാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സെഷൻസ് കോടതിയും ഡൽഹി ഹൈക്കോടതിയും യുവാവിന്റെ ജാമ്യാപേക്ഷകൾ തള്ളിയിരുന്നു. അതിനെ തുടർന്നാണ് യുവാവ് ഇപ്പോഴത്തെ പ്രത്യേക ഹർജി അഥവാ SLP സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വിവാഹിതയായ ഒരു സ്ത്രീ ആ വിവാഹബന്ധം നിലനിൽക്കെ വിവാഹ വാഗ്ദാനം നൽകി തന്നെ മറ്റൊരാൾ പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് കേസ് കൊടുത്താൽ ആ കേസ് നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഏതായാലും സ്ത്രീപക്ഷ നിയമങ്ങളുടെ വ്യാപകമായ ദുരുപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യറിയുടെ സമീപനത്തിൽ വരുന്ന മാറ്റത്തിന്റെ ഒരു സൂചനയായി ഇതിനെ കാണാവുന്നതാണ്. അതായത് ട്രെൻഡ് മാറുകയാണ്.